ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വൈറൽ ആയിട്ടുള്ള പാസ്തേന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് ഈ സവാള വയറ്റില് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് തന്നെയല്ലടോ, 5-6 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കുക. വളരെ സിമ്പിൾ ആണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അത്യാവശ്യം വലിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് കരുതി. ബട്ടർ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അല്ലി ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ വെളുത്തുള്ളി ബട്ടറിൽ കിടന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു നല്ല മണമൊക്കെ അങ്ങോട്ട് വരും കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പൊ ദാണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം അത്യാവശ്യം വലിയൊരു തക്കാളി ഒരു മിക്സഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പൊ ആ തക്കാളിന്റെ പ്യൂരി അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിന്റെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ തക്കാളിയിലുള്ള ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയം വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ട തക്കാളിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്. ഒരു ടീസ്പൂണും ഒരു ഇത്തിരിയും കൂടെ ഒരു നുള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും ചേർത്തിട്ടുണ്ട്. ഇനി ആ മുളക് പൊടിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിപ്പോ ദാണ്ട് നല്ലൊരു കളറൊക്കെ ആയില്ലേ. അപ്പൊ ദാണ്ടെ നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് ആകെപ്പാടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. അപ്പൊ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ പാല്. അപ്പൊ നമ്മൾ പാല് എടുത്ത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മളിപ്പോ ഒരു കപ്പോളം പാസ്ത ആണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ അപ്പൊ 1 കപ്പ് പാല്, അതാണ് കേട്ടോ കണക്ക്. എത്രയാണോ പാസ്ത എടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ചാണ് പാല്. അപ്പൊ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം പാസ്ത എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 1.5 കപ്പോളം പാല് ചേർത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് സ്പൈറൽ ഷേപ്പിലുള്ള പാസ്തയാണ് എടുക്കുന്നത്. അപ്പൊ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ലല്ലോ എന്നാരും കമന്റ് ഇട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉപ്പ് ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഈ ഒരു സമയം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതാണ് ഇതുപോലെ ഒന്ന് കുക്കായിട്ട് വരും. ആ ഒരു പാലൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ കുക്കായിട്ട് കിട്ടും കണ്ടോ. ഇപ്പൊ നല്ല ക്രീമി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ് ഇപ്പൊ കഴിക്കാൻ. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് നമുക്കൊരു 2 ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനിയിപ്പോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ചീസ് സ്ലൈസ് അല്ല, അല്ലാത്ത ചീസ് ആണെങ്കിലും ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. പിന്നെ ഫൈനലി ഞാൻ കുറച്ച് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ചീസൊക്കെ അതാണ്ട് ഇതുപോലെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് കൊണ്ട് മെൽറ്റ് ആയി കിട്ടും. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പാസ്തയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ഇത് വഴിക്ക് തീർന്നു അറിയില്ല. ഞാനും മോനും ഇക്കായും കൂടെ അടിപൊളി തിന്നു തീർത്തു കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വൈറൽ പാസ്ത ഉണ്ടാക്കി നോക്കണം കേട്ടോ, മിസ്സാക്കരുത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ഒന്നും സമയമില്ല. നേരെ പ്ലേറ്റോട്ട് വെക്കുക, ചൂടോടെ അങ്ങോട്ട് കഴിക്കുക. അത് തന്നെ.
പിന്നെ കുറച്ച് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. അപ്പൊ ഞാൻ ഇനി ഒന്ന് കഴിക്കട്ടെ, നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പൊ ബൈഡോ, ഇനി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.